ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീട്രൂട്ട് പൂരിയാണ് കേട്ടോ. അപ്പോൾ എണ്ണയൊന്നും ഒട്ടും തന്നെ കുടിക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ബീട്രൂട്ട് പൂരി തയ്യാറാക്കി എടുക്കുമ്പം രണ്ട് ചേരുവ കൂടെ ചേർത്ത് തയ്യാറാക്കി നോക്കൂ. നല്ല ടേസ്റ്റാണ്. നമ്മുടെ ഈ ഒരു ബീട്രൂട്ടിൻ്റെ ചവർപ്പോ ടേസ്റ്റോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ വേഗം തന്നെ വീഡിയോ പോയി കണ്ട് നോക്കിയാലോ. അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ ഞാനിവിടെ ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒരു വലിയ ബീട്രൂട്ടിൻ്റെ പകുതിയാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചെറുതാണെങ്കിൽ ഒരു ബീട്രൂട്ട് വരെ എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്തതിന് ശേഷം ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് നല്ല ഫൈനായിട്ട് അങ്ങ് അരച്ചു കൊണ്ടുവരാം. അപ്പോൾ അത് നോക്കി ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കണത്. അപ്പോൾ നമ്മുടെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് നമുക്ക് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ജ്യൂസ് തയ്യാറാക്കി മാറ്റിക്കാം. ഇനി ഒരു ബൗളിലോട്ട് ഒരു കപ്പളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ പിന്നീട് നമ്മൾ നല്ല ക്രിസ്പി ആയിട്ടും അതേസമയം ഒട്ടും തന്നെ എണ്ണ കുടിക്കാതിരിക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ റവ കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ബീട്രൂട്ടിൻ്റെ ആ ജ്യൂസ് ഉണ്ടല്ലോ, അത് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചായിട്ട് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യമേ തന്നെ ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിനനുസരിച്ച് നോക്കിയിട്ട് വേണം നമ്മുടെ ഈ ഒരു ജ്യൂസ് തയ്യാറാക്കിയത് ചേർക്കാനായിട്ട് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് മെയിനായിട്ട് വേണ്ടിയിരുന്ന ഒരു സാധനമാണ് മല്ലിയില. അപ്പോൾ കുറച്ച് മല്ലിയില മാത്രം തണ്ടെടുത്തിട്ടില്ല കേട്ടോ. മല്ലിയില മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബീട്രൂട്ടിൻ്റെ ചുവ ഒട്ടും തന്നെ നമ്മുടെ ഒരു പൂരിക്ക് ഉണ്ടാവില്ല കേട്ടോ. കാരണം ഇത് ചേർക്കാനായിട്ട് മറക്കരുത്. നല്ല ടേസ്റ്റുമാണ് ഇത് ചേർക്കുമ്പോൾ കേട്ടോ. അപ്പോൾ അത് ചേർത്തതിന് ശേഷം നമുക്ക് നല്ല ടൈറ്റായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഒരുപാട് അങ്ങ് സോഫ്റ്റായിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങോട്ട് എണ്ണ കുടിച്ചു പോകും നമ്മുടെ ഒരു പൂരിയൊക്കെ. കാരണം ടൈറ്റായിട്ട് വേണം നമ്മുടെ ഈ ഒരു ഡോ തയ്യാറാക്കി എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഇതാ നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ലാസ്റ്റായിട്ട് ഒരു ടീസ്പൂൺ അളവിൽ ഓയിലും കൂടെ ചേർത്തതിന് ശേഷം വേണം ഒന്ന് കുഴച്ചെടുത്ത് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ആയിട്ട് മാറ്റി വയ്ക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഏത് എണ്ണയിലാണോ ഫ്രൈ ചെയ്തെടുക്കുന്നത് ആ എണ്ണ തന്നെ ഈ ഒരു ടൈമിൽ നമ്മൾ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഞാനിപ്പോൾ ഒരു സൺഫ്ലവർ ഓയിലാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് നല്ല പോലെ ഒന്ന് കുഴച്ച് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് അടച്ച് റെസ്റ്റ് ആയിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ 10 മിനിറ്റിന് ശേഷം നമുക്കിത് ചെറിയ ബോൾസ് ആക്കിയിട്ട് അങ്ങ് ഉരുട്ടിയെടുക്കാം. നമുക്ക് എത്രത്തോളം വലുപ്പത്തിലുള്ള പൂരിയാണ് വേണ്ട അതിനനുസരിച്ച് നമുക്ക് ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു മീഡിയം സൈസ് വലുപ്പത്തിലാണ് ഉരുട്ടിയെടുക്കുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്തത് അതുപോലെ അങ്ങ് ഉരുട്ടിയെടുത്തെടുക്കാം. അപ്പോൾ അത് ഫുള്ളായിട്ട് നമ്മളിവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇന്നൊന്ന് അടച്ച് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് എടുക്കുന്നതനുസരിച്ച് അത് അടച്ച് വയ്ക്കണേ. അപ്പോൾ നമ്മളിതാ പ്രസ്സിലാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഞാനിതാ ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് വശത്തും. ഇനി നമുക്കിതുപോലെ അങ്ങ് പ്രസ് ചെയ്തെടുക്കാവുന്നതാണ്. ഒരുപാട് തിന്നായിട്ട് എടുക്കരുത്. ചെറിയൊരു തിക്നെസ്സോട് കൂടിയിട്ട് വേണം അതൊന്ന് പരത്തിയെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പരത്തിയെടുക്കുകയാണ് ചപ്പാത്തി പലകയിൽ പരത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം പരത്തിയെടുക്കുകയാണ് നല്ലത്. പൊടിയിട്ട് പരത്തിയെടുക്കുന്നതിനേക്കാൾ കൂടുതൽ കേട്ടോ. ഇനി നല്ല ചൂടായ എണ്ണയിലോട്ട് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് അതുപോലെ അങ്ങ് പൊങ്ങി വരുന്ന രീതിക്കാകുമ്പോൾ നമുക്കിതിൻ്റെ മുകളിലോട്ട് അങ്ങ് എണ്ണ ഊത്ത് കൊടുക്കാം. ഇതുപോലെ അങ്ങ് ഫ്ലഫി ആയിട്ട് പൊങ്ങി വരുമ്പോൾ നമുക്ക് തിരിച്ച് മറിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ബീട്രൂട്ട് പൂരി ഇവിടെ റെഡി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അത് ഫസ്റ്റത്തെ പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എണ്ണയുടെ ചൂട് ഒട്ടും തന്നെ കൂടിയും പോകരുത് കുറഞ്ഞും പോകരുത് കേട്ടോ. അപ്പോൾ നമ്മൾ എണ്ണയുടെ ചൂട് കുറവാണെങ്കിൽ എണ്ണ കുടിക്കും. അപ്പോൾ അത് കാരണം അത് ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ അങ്ങ് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടെ വേണം കേട്ടോ. കൂടെ തന്നെ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ. പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്